അഴിമതിയുടെ ചെളിപൂണ്ട് കേരള ബി.ജെ.പി. ഘടകങ്ങൾ 7 ജില്ലാ കമ്മിറ്റികൾ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കേന്ദ്ര നേതൃത്വത്തിന് പരാതി ലഭിച്ചു. കോഴിക്കോട് നടന്ന ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തിലടക്കം അഴിമതി നടന്നിട്ടുണ്ടെന്ന പരാതികളാണ് ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ കെ.ജി. ദിനകർ ചേർന്നു. ദിനകർ, ഒരുപക്ഷേ മുഴുവൻ ദേശീയ നേതാക്കന്മാരും എത്തിയ കോഴിക്കോട്ട് നടന്ന അതുവരെ സംഘടിപ്പിച്ച കേരള ഘടകം ഈ വിധത്തിൽ അഴിമതികൾ നടത്തിയെന്ന്, അടിമുടി അഴിമതികളുടെ കഥകൾ പുറത്തെത്തുമ്പോഴാണ് 7 ജില്ലാ കമ്മിറ്റികൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പരാതിയും പോയിരിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, ബി.ജെ.പി. കേരള ഘടകം വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയാണ്. മെഡിക്കൽ കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് 7 ജില്ലകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന പരാതി കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാണ്. കോഴിക്കോട് നടന്ന ദേശീയ കൗൺസിൽ നടത്തിപ്പിലടക്കം അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാനത്തു നിന്നും പരാതികൾ പോയിട്ടുള്ളത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലാ കമ്മിറ്റികൾക്കെതിരെയും കേന്ദ്ര നേതൃത്വത്തിന് പരാതി ഉണ്ട്. അതോടൊപ്പം തന്നെ തൃശൂർ, കൊല്ലം ജില്ലാ നേതൃത്വങ്ങൾ സംശയത്തിൻ്റെ നിഴലിലുമാണ്. എല്ലായിടത്തും സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതെല്ലാം പരിശോധിക്കും എന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് പല നേതാക്കളും കഴിഞ്ഞ 20 വർഷമായി നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കൾ കൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി ഉയർന്നു വരുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മെഡിക്കൽ കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റികൾക്കെതിരെയും ജില്ലാ നേതാക്കൾക്കെതിരെയും പരാതികൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി.ജെ.പി. അടിത്തറ ശക്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ പുറത്തു വരുന്നത്. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയാണ്. അവരുടെ വളർച്ചയ്ക്ക് അത് വിഘാതമാവുകയും ചെയ്യുകയാണ്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ പരാതി ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദേശീയ കൗൺസിൽ നടന്ന ഇതിൻ്റെ സംഘാടകത്വത്തിൽ പോലും സംസ്ഥാന നേതൃത്വം നടത്തിയ അഴിമതികൾ, അല്ലെങ്കിൽ സംസ്ഥാന ഘടകങ്ങളിലെ ഭൂരിഭാഗം നേതാക്കന്മാർ നടത്തിയ അഴിമതികൾ, ഇതിനൊക്കെ ഒരു കൂട്ടുത്തരവാദിത്വം കൂടിയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാക്കന്മാർ എന്ന രീതിയിലേക്ക് മാറാനുമാകില്ല. എന്തൊക്കെ നടപടികളാണ് ഈ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അജിംഷാദ്, ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് അവർ വച്ചു പുലർത്തുന്നത്. അതിനുവേണ്ടിയുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ അതിന് ഒക്കെ തടയിടുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന ഒരു വികാരവും കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കവും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നേതാക്കളും സ്ഥാനമാനങ്ങൾ, ആലങ്കാരികമായ സ്ഥാനമാനങ്ങൾ കൊണ്ടു നടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല എന്ന ഒരു വികാരം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ കൂടി ഉയർന്നു വരികയും ബി.ജെ.പിക്കുള്ളിലെ തന്നെ നേതാക്കൾ ഇതിനെതിരെ പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ബി.ജെ.പിക്കുള്ളിൽ വലിയ കലാപത്തിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ അത് ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും തന്നെ കൃത്യമായ പ്രതികരണങ്ങൾ നടത്താൻ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. കേവലം മാധ്യമ വാർത്തകൾ, അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടികൾ, അല്ലെങ്കിൽ ബി.ജെ.പിയെ തകർക്കാനുള്ള മനഃപൂർവ്വമായ നീക്കങ്ങൾ എന്ന ലേബലിൽ അതൊക്കെയും തള്ളിക്കളയുകയാണ് അവർ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുതകൾ കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയെ ന്യായീകരിച്ച് എന്നും നിലനിന്നിരുന്ന പല ആളുകളും ഇന്ന് മാളങ്ങളിൽ കഴിയുകയുമാണ് എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോഴ വിവാദവും ഒപ്പം ജില്ലാ കമ്മിറ്റികൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ബി.ജെ.പിയുടെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതും. അജിംഷാദ്, തീർച്ചയായും ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. 7 ജില്ലാ കമ്മിറ്റികൾക്കെതിരെ പരാതി, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ കേന്ദ്ര നേതൃത്വത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത്. കുമ്മനത്തെ എം.ടി. രമേശിനെയും അടക്കം പ്രതിക്കൂട്ടിലേക്ക് എത്തുന്ന രീതിയിൽ കോഴ വിവാദം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്
ഈ പരാതി.